തകർച്ചയിലായ ലയങ്ങൾ നവീകരിക്കുവാൻ സർക്കാർ അനുവദിച്ച ഫണ്ട് ട്രഷറി നിയന്ത്രണം മൂലം നിർമ്മാണ ഏജൻസിക്ക് കൈമാറാൻ കഴിഞ്ഞില്ലെന്ന് ധനവകുപ്പ്. കഴിഞ്ഞ വർഷം അനുവദിച്ച 33.7 ലക്ഷം രൂപ അടുത്ത സാമ്പത്തിക വർഷത്തേക്ക് മാറ്റിയെന്നും ധനവകുപ്പിന്റെ മറുപടി. ഫണ്ട് ചിലവഴിക്കാത്തത് സംബന്ധിച്ച് ഇടുക്കി വിഷൻ പലതവണ റിപ്പോർട്ട് ചെയ്തിരുന്നു. തുടർന്ന് മനുഷ്യാവകാശ പ്രവർത്തകൻ ഡോക്ടർ ഗിന്നസ് മാടസ്വാമി നിയമസഭാ സമിതിക്ക് പരാതി നൽകി. സമിതിക്ക് മുമ്പാകെ ധനവകുപ്പ് നൽകിയ റിപ്പോർട്ടിലാണ് ഫണ്ട് ചിലവഴിക്കാത്തതിലുള്ള കാരണം വ്യക്തമാക്കിയത്. സംസ്ഥാനത്ത് തകർച്ചയിലായ ലയങ്ങൾ നവീകരിക്കാൻ 2022-23, 2023-24 ബഡ്ജറ്റുകളിലായി 20 കോടി രൂപ സർക്കാർ അനുവദിച്ചിരുന്നു. എന്നാൽ ഒരു നടപടിയും പിന്നീട് ഉണ്ടായില്ല. അതിനിടെ പീരുമേട് താലൂക്കിൽ പൂട്ടിക്കിടന്ന തോട്ടങ്ങളിലെ ലയങ്ങളിൽ ചിലത് തകർന്നു വീണ അപകടങ്ങളുണ്ടായി. നിരന്തരം പരാതിയും പ്രതിഷേധവും ഉണ്ടായി. തുടർന്ന് പീരുമേട് താലൂക്ക് പൂട്ടിക്കിടക്കുന്ന തോട്ടങ്ങളിലെ ലയങ്ങൾ നവീകരിക്കാൻ കഴിഞ്ഞ ജനുവരിയിൽ സർക്കാർ ഭരണാനുമതി നൽകി. സംസ്ഥാന നിർമ്മിതി കേന്ദ്രത്തിന് നിർമ്മാണ ചുമതല ഏൽപ്പിച്ച 33.7 ലക്ഷം രൂപയുടെ ധനവിനിയോഗ അനുമതിയും നൽകി. എന്നാൽ തൊട്ടു പിന്നാലെ ധനവകുപ്പ് ട്രഷറി നിയന്ത്രണം പ്രഖ്യാപിച്ചു. ഇതോടെ ബില്ല് സബ്മിറ്റ് ചെയ്യാൻ ധനവകുപ്പ് തയ്യാറായില്ല. ഭരണവകുപ്പിന്റെ ശുപാർശയുടെ അടിസ്ഥാനത്തിൽ ലയങ്ങളുടെ നവീകരണത്തിന് അനുവദിച്ച ഫണ്ട് 33.7 ലക്ഷം രൂപ 2025-26 വിനിയോഗിക്കാൻ അനുമതിയും നൽകി. കൂടാതെ ധനലഭ്യതയ്ക്കനുസരിച്ച് തോട്ടം തൊഴിലാളികളുടെ ജീവിത സാഹചര്യവും മെച്ചപ്പെടുത്താനുള്ള നടപടികൾ സ്വീകരിക്കുമെന്നും ധനവകുപ്പ് നിയമസഭാ സമിതിക്ക് നൽകിയ മറുപടിയിൽ പറയും. എന്നാൽ സംസ്ഥാന ബജറ്റിൽ ഉൾക്കൊള്ളിച്ച 20 കോടി രൂപ 3 വർഷമായിട്ടും വിനിയോഗിക്കുന്ന ഗുരുതര വീഴ്ചയാണ് വരുത്തിയത്. പീരുമേട് താലൂക്കിലെ പൂട്ടിക്കിടക്കുന്ന തോട്ടങ്ങളിലെ തൊഴിലാളികളുടെ കാര്യത്തിൽ പോലും തൊഴിൽ ധനവകുപ്പുകൾ നിഷേധാത്മക നിലപാടാണ് സ്വീകരിക്കുന്നത്. ഇക്കാര്യത്തിലുള്ള ആക്ഷേപം നിയമസഭാ സമിതിക്ക് നൽകുമെന്ന് ഡോക്ടർ ഗിന്നസ് മാടസ്വാമി പറഞ്ഞു. ഇടുക്കി വിഷൻ ന്യൂസ് ഉപ്പുതറ.